ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചില എലിമെൻ്ററി ഫംഗ്ഷനുകളുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടിരുന്നു. 0, 1, t, e raised to a t, raised to minus a t, sin a t, cos a t. So L of 0 equal to 0, L of 1 equal to 1 by s, L of t equal to 1 by s square, L of e raised to a t equal to 1 by s minus a, L of e raised to minus a t equal to 1 by s plus a, L of sin a t equal to a by s square plus a square, L of cos a t equal to s by s square plus a square. അപ്പോൾ ഇത്രയും ഫംഗ്ഷനുകൾ നമ്മൾ കണ്ടിരുന്നു യൂസിങ് ഡെഫിനിഷൻ ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം. എന്താണ് നമുക്കറിയാം, ഒരു ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണെന്ന് നമുക്കറിയാം. L of, suppose we have function f of t, then L of f of t, the Laplace transform of f of t എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 to infinity e raised to minus st f of t dt ആണ്. എന്നുവെച്ചാൽ നമുക്ക് ട്രാൻസ്ഫോം ചെയ്ത് കിട്ടുന്ന ഫംഗ്ഷന് എസ്സിലുള്ളൊരു ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ എഫ് ഓഫ് ടി എന്നുള്ളത് ഒരു ഫംഗ്ഷനാണ് ടിയിലുള്ള. അപ്പോൾ അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ എഴുതുന്നത് എൽ ഓഫ് എഫ് ഓഫ് ടി ആണ്. ഇതിനെ നമ്മൾ ക്യാപിറ്റൽ എഫ് ഓഫ് എസ്, ഇങ്ങനെ ഇത് ഒരു ഫംഗ്ഷനെ ട്രാൻസ്ഫോം ചെയ്ത് കിട്ടുന്ന ആ ഫംഗ്ഷനെ ക്യാപിറ്റൽ ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നും നമ്മൾ 1-2 ഫംഗ്ഷനുകളുടെ ട്രാൻസ്ഫോർമേഷൻ ഇങ്ങനെ കാണാമെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് നമ്മൾ ഇതിൽ ഈ ട്രാൻസ്ഫോർമേഷൻ കാണുന്നതിൻ്റെ ഇടയിൽ ഫേസ് ചെയ്യുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട്. അതിനെ എങ്ങനെയാണ് നമ്മൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു റിസൾട്ടാണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ലീനിയാരിറ്റി ഓഫ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ നമ്മൾ ഡിഫറൻഷ്യൽ ഡെറിവേറ്റീവ് പഠിക്കുന്ന സമയത്ത്, ഡിഫറൻസിയേഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്ത, അല്ലെങ്കിൽ ഇൻ്റഗ്രേഷൻ്റെ സമയത്തൊക്കെ യൂസ് ചെയ്തിട്ടുള്ള അതേ ഒരു റിസൾട്ട് തന്നെയാണ് ഈ ഒരു ഓപ്പറേറ്ററും. ഈ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്ററും ലീനിയാരിറ്റി എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. ലീനിയാരിറ്റി എന്ന് പറയുന്നത് എന്താണ്? L of C1, suppose we have C1 and C2 are any two constant and F1 and F2 are two functions, then Laplace transform of C1 into F1t plus C2 F2 of t എന്ന് പറയുന്ന ഈ ടോട്ടൽ ഫംഗ്ഷൻ്റെ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് C1 ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ട്രാൻസ്ഫോം പ്ലസ് C2 ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ്റെ ട്രാൻസ്ഫോം, ഈ രൂപത്തിൽ നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ പലപ്പോഴും യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ ഡെറിവേറ്റീവിൻ്റെ കേസിലൊക്കെ ഡി ബൈ ഡി എക്സ് ഓഫ് എ y1 പ്ലസ് ബി y2, ഇത് നമുക്കെങ്ങനെ എഴുതാം? ഇങ്ങനൊരു ഡിഫറൻസിയേഷൻ നമ്മൾ സാധാരണ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാറുണ്ട്. എ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ബി ഇൻറ്റു ഡി y2 ബൈ ഡി എക്സ്, ഈ രൂപത്തിൽ നമുക്ക്. ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ഇതൊരു ഓപ്പറേറ്ററാണ്, ഡെറിവേറ്റീവ് ഡി ബൈ ഡി എക്സ് എന്നുള്ളൊരു ഓപ്പറേറ്ററാണ്. ഇവിടെ എൽ എന്ന് പറയുന്നത് നമ്മളുടെ ലാപ്ലേസ് ഓപ്പറേറ്റർ. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട് നമുക്കറിയാം. എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 to infinity e raised to minus st എഫ് ഓഫ് ടി ആണ്. ഇവിടെ നമ്മളെ ഫംഗ്ഷൻ എന്നുള്ളത് C1 F1 ഓഫ് ടി പ്ലസ് C2 F2 ഓഫ് ടി, അതൊരു സിംഗിൾ ഫംഗ്ഷനാണ്. അപ്പോൾ അതിനെ നമ്മൾ ഡെഫിനേഷൻ ഉപയോഗിക്കുമ്പോൾ ഇൻ്റഗ്രൽ 0 to infinity e raised to minus st C1 F1 ഓഫ് ടി പ്ലസ് C2 ഇങ്ങനെ എഴുതാൻ പറ്റും. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഡിഫറൻഷ്യൽ ഒരു ലീനിയർ ഓപ്പറേറ്ററാണ്. അതുപോലെ തന്നെ ഇൻ്റഗ്രേഷനും നമുക്ക് ഇൻ്റഗ്രൽ ഓപ്പറേറ്ററും ഒരു ലീനിയർ ഓപ്പറേറ്റർ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. അപ്പോൾ C1 ഇൻറ്റു 2 ആയിട്ട് നമുക്കിതിനെ ടേമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ ടേം എന്നുള്ളത് എന്താണ്? ഇൻ്റഗ്രൽ 0 to infinity e raised to minus st F1 ഓഫ് ടി ഡി ടി എന്ന് പറയുന്നത് നമ്മളുടെ L of F1 ഓഫ് ടി ആണ്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലുള്ള ഇൻ്റഗ്രൽ 0 to infinity e raised to minus st F2 ഓഫ് ടി ഡി ടി എന്ന് പറയുന്നത് L of F2 ഓഫ് ടി ആണ്. അപ്പോൾ അവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? C1 L of F1 ഓഫ് ടി പ്ലസ് C2 L of F2 ഓഫ് ടി എന്നുള്ള. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുന്ന സമയത്ത് രണ്ട് ഫംഗ്ഷനുകളുടെ സമ്മ്, അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ എടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനെ ഒരു സ്കേലാർ മൾട്ടിപ്പിൾ ചെയ്തിട്ടുള്ള അങ്ങനെയുള്ളൊരു ഇതിലാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ എന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് ആക്കിയിട്ട് എഴുതാൻ പറ്റും എന്നതാണ്
ഈ ഒരു റിസൾട്ട് കൊണ്ട് നമ്മൾ മീൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു റിസൾട്ടിനെ അടുത്ത് വരുന്ന പല പ്രോബ്ലംസിൽ നമ്മൾ യൂസ് ചെയ്യും. ഇപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് 80 sin 80 കണ്ടതാണ്. അതൊരു പക്ഷേ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടാവും. ഒരു പക്ഷേ ചില ആളുകൾ നമ്മൾ പറയാൻ പോകുന്ന മെത്തേഡിലും ചെയ്തിട്ടുണ്ടാവും. എനിവേ നമുക്ക് ജസ്റ്റ് നോക്കാം. ഒന്നുകൂടി സിമ്പിളായിട്ട് ചിലപ്പോൾ ഇത് മെത്തേഡായിരിക്കും. നമുക്കറിയാം ഓയിലർ ഫോർമുല e raised to I theta equal to cos theta plus I sin theta. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഈ തീറ്റയ്ക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും, AT എന്ന് പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ഓയിലർ ഫോർമുലയുടെ ട്രാൻസ്ഫോർമേഷൻ എടുക്കും. സോ L of e raised to, അപ്പോൾ നമ്മുടെ ഈ ഫോർമുല എന്തായി മാറും, e raised to AT which is equal to IAT cos AT plus I sin AT. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ട് സൈഡിലും ടേക്കിംഗ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓൺ ബോത്ത് സൈഡ്, ദെൻ L of e raised to IAT which is equal to L of cos AT plus I sin AT. റൈറ്റ് സൈഡിൽ രണ്ട് ഫംഗ്ഷനുകളുടെ സമ്മെടുത്തതിന് അതിനെ ട്രാൻസ്ഫോം ചെയ്യും. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യും, ലീനിയാരിറ്റി ഉപയോഗിച്ചിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു L of cos AT പ്ലസ് I ഇൻറ്റു L of sin AT ഇങ്ങനെ എഴുതാൻ പറ്റും. നമുക്കറിയാം L of e raised to AT നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് 1/s minus ആണ്. അങ്ങനെയാണെങ്കിൽ L of e raised to IAT എന്താ വരിക, ഈക്വൽ ടു 1/s minus IA. ഓക്കെ, സോ ദിസ് മീൻസ് L of e raised to IAT ഈക്വൽ ടു 1/s minus IA. അപ്പോൾ ഈ റൈറ്റ് സൈഡിലുള്ളതിനെ നമ്മൾ അതിൻ്റെ കോൺജുഗേറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ താഴെ മുകളിലും മൾട്ടിപ്ലൈ ചെയ്യും. സോ കോൺജുഗേറ്റ് എസ് പ്ലസ് ഐ ആണ്, ദെൻ താഴെ എസ് മൈനസ് ഐ എ ഇൻറ്റു എസ് പ്ലസ് ഐ. ഇപ്പോൾ എന്തായി മാറും, മുകളിൽ എസ് പ്ലസ് ഐ എ, താഴെ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നാണ് വരും, എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. നൗ നമ്മൾ ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതും. റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഡിഫറെൻ്റ് ആയിട്ട് എഴുതും. എ ബൈ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഓക്കെ, സോ ലെഫ്റ്റ് സൈഡിൽ എന്തായിരുന്നു, L of e raised to IAT. അത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എസ് ബൈ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു എ ബൈ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇനി റൈറ്റ് സൈഡിൽ എന്തായിരുന്നു, L of cos AT പ്ലസ് ഐ L of sin AT. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ രണ്ട് ടേമും നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴാണ് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും നമ്മൾ ഇക്വേറ്റ് ചെയ്യും. അപ്പോൾ ഇതിലുള്ള റിയൽ പാർട്ട് ഏതാണ് വരിക, റൈറ്റ് സൈഡിലുള്ള റിയൽ പാർട്ട് L of cos AT. ഓക്കെ, ലെഫ്റ്റ് സൈഡിലെ റിയൽ പാർട്ട് എസ് ബൈ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലെ ഇമാജിനറി പാർട്ട് L of sin AT which is equal to ലെഫ്റ്റ് സൈഡിൽ എ ബൈ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, cos ATയുടെയും sin ATയുടെയും ട്രാൻസ്ഫോർമേഷൻ കാണാൻ പറ്റും. ഓക്കെ, ദെൻ അടുത്തത് നെക്സ്റ്റ് നമ്മൾ cos ATയുടെയും അതുപോലെ തന്നെ sin ATയുടെയും ട്രാൻസ്ഫോർമേഷൻ കാണാം. നെക്സ്റ്റ്, സോ
ഹിയർ cos HAT can be written as a raised to AT plus a raised to minus AT by 2. വളരെ സിമ്പിളായിട്ട് നമുക്കിതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ കാണാൻ പറ്റും. ജസ്റ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഈ ഒരു cos HAT ഉണ്ട്. അപ്പോൾ അത് ഇത് വരും L of cos HAT equal to L of e raised to AT plus e raised to minus AT by 2. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ലീനിയാരിറ്റി ഉപയോഗിക്കും. സോ 1/2 കോമൺ ആയിട്ട് എടുക്കാം, എന്നിട്ട് ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും രണ്ട് ടേമായിട്ട്. ഇത് കോമൺ ആണ്. സോ ദിസ് ഇംപ്ലൈസ് L of cos HAT equal to 1/2. L of e raised to AT എന്ന് പറയുന്നത് 1/s minus a. നമ്മൾ നേരത്തെ കണ്ട റിസൾട്ടാണ്. അതുപോലെ തന്നെ e raised to minus AT ട്രാൻസ്ഫോം എന്ന് പറയുന്നത് s plus a. അപ്പോൾ അത് നമ്മൾ സിംപ്ലിഫൈ ആണെങ്കിൽ s plus a minus s minus a by a square plus a square. Sorry, s square minus ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ആണെങ്കിൽ 1/2 ഇൻറ്റു എസ് പ്ലസ് എ പ്ലസ് എസ് മൈനസ് എ ബൈ എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ. സോ വിച്ച് ഈസ് ഈക്വൽ ടു 1/2. മുകളിൽ എ ക്യാൻസൽ ചെയ്ത് പോകും. സോ 2s so this is equal to 1/2 into മുകളിൽ എ ക്യാൻസൽ ചെയ്തു. സോ 2s by a square minus a square. 2 into കട്ട് ചെയ്ത് പോകും. സോ ദിസ് ഈസ് ഈക്വൽ ടു s by a square minus a square. And therefore L of cos h and therefore L of cos HAT equal to s by a square minus a square. Similarly, we can find L of sin Similarly, we can find L of sin HAT. അപ്പോൾ നേരത്തെ നമ്മൾ ഡിഫറൻസ് എന്താണ്, ഇവിടെ സെൻറ്ററിൽ ഒരു മൈനസ് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ ആ ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഇവിടെ എന്ത് ചെയ്യും, ഇത് നമുക്ക് 1/2 ഇൻറ്റു ഈ ഒരു ടേമിൽ പ്ലസ് ഉള്ളത് മൈനസ് ആവും. സോ ഇതിന് നമുക്ക് എസ് പ്ലസ് എ മൈനസ് എസ് പ്ലസ് എ എന്നാണ് ഇവിടെ മുകളിൽ ഒരു എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഈ ഒരു ടേം. അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/2 അവിടെ എ ആണ് എസ് ആണ് ക്യാൻസൽ ചെയ്ത് പോവുക. സോ 2a by എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് കിട്ടും. 2 ഇൻറ്റു ക്യാൻസൽ ചെയ്ത് പോയാൽ എ ബൈ എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ. സോ L of sin HAT equal to a by a square minus a square. അപ്പോൾ ഇതാണ് രണ്ട് റിസൾട്ടുകൾ, cos HATയുടെയും sin HATയുടെയും ട്രാൻസ്ഫോർമേഷൻ. വളരെ സിമ്പിളായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ട്രാൻസ്ഫോർമേഷൻസൊക്കെ നമ്മൾ ബൈ ഹാർട്ടായിട്ട് ഇരിക്കണം, നമുക്ക് അറിഞ്ഞിരിക്കണം. നമ്മൾ പിന്നീട് പല പ്രോബ്ലംസിലും ഇത് യൂസ് ചെയ്യും. ശ്രദ്ധിക്കാനുള്ളത് cos HATയുടെയും അതേപോലെ cos HATയുടെയും ട്രാൻസ്ഫോർമേഷൻ പരസ്പരം മാറിപ്പോകരുത്. അതുപോലെ തന്നെ സൈനിൻ്റെയും sin HATയുടെയും sin HATയുടെയും ട്രാൻസ്ഫോർമേഷൻ ആ ഡിഫറൻസ് നിങ്ങളെ മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, താങ്ക് യു.